നമസ്കാരം. ലോജിക്കിലെ സ്റ്റുഡൻസ് അടക്കം ഒരുപാട് ആളുകൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ഇതെല്ലാം പേഴ്സണാലിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പലരും മടിച്ചു മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കാവുന്ന കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് സാറിന് എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്? ശരിയാണ്. സോ ഞാനിത് കേട്ടും കണ്ടും വളർന്നത് കൊണ്ട് പറയാണ്. ഇതിൽ എനിക്ക് ബഹുമാനം പറയേണ്ടത് എൻ്റെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച പ്രിൻസിപ്പളിനോടാണ്. അന്ന് ഞങ്ങൾക്ക് ന്യൂസ് പേപ്പർ റീഡിങ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പേപ്പർ വൈപ്പർ മാതിരി വിറയ്ക്കുമായിരുന്നു. കാരണം പേപ്പർ നോക്കി വായിക്കണം ഇൻ ഫ്രണ്ട് ഓഫ് ദ അസംബ്ലി. പക്ഷെ ധൈര്യമില്ല. ഇംഗ്ലീഷിന് കുറവൊന്നുമല്ല, പക്ഷെ കൈ വിറയ്ക്കുക. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അതെ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ബഹുമാനം തോന്നിയത്, അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നല്ലോണം പ്രാഗിയിട്ടുണ്ട്, വിത്ത് ഡ്യൂ റെസ്പെക്ട്. എന്നെ ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ വില മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൽ 3 ടിപ്സ് ഞാൻ പറയണത്. ഒന്ന്, തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അത് വളരെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ, ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് സംസാരിക്കുക. രണ്ടാമത്തത്, തിരിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മെന്റലി 1, 2, 3 അതിനുശേഷം ആൻസർ കൊടുക്കുക. ഒരുപാട് സഹായിക്കും. കാരണം ഇതും റിസർച്ച് പറയുന്നതാണ്, നെവർ തിങ്ക് വെൻ യു സ്പീക്ക്. അപ്പൊ നമ്മൾ തിങ്ക് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെപ്പോഴും കൺഫ്യൂസ് ആക്കും. നമ്മൾ അവനെ പിടിച്ചു നിർത്തേണ്ടതാണ്. അപ്പൊ ഏറ്റവും എളുപ്പം, സാർ ചോദ്യം ചോദിച്ചു, ഒന്ന് വെയിറ്റ്, 1 സെക്കൻഡ്, 1, 2, 3 മനസ്സിൽ എണ്ണുക, തിരിച്ചൊരു ഉത്തരം കൊടുക്കുക. അതിൽ പകുതി സ്പീഡിൽ ഉത്തരം പറഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടാറുണ്ട്. സോ ഈ 3 ടിപ്സും മാക്സിമം ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ അവരും പറഞ്ഞു, സാർ ഞങ്ങളുടെ സ്പീഡ് ഒന്ന് കുറഞ്ഞപ്പോൾ we were able to communicate exactly what we want to communicate. ഇമോഷണൽ ബാലൻസിങ് സംഭവിക്കുന്നതാണോ അവിടെ? ഇമോഷണൽ ബാലൻസിംഗിനെക്കാട്ടിലും വേർഡ്സ് ഡബിൾ ആയിട്ട് മൈൻഡിൽ വരും. അപ്പൊ ജഗിൾ ആയി പോകും. അപ്പൊ നമ്മൾ പറയില്ലേ, സ്ഫുടത അല്ലെങ്കിൽ സ്പഷ്ടം, അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലാത്ത കൊണ്ട് ലോട്ട് ഓഫ് വേർഡ്സ് വിൽ ബി മിസ്കമ്മ്യൂണിക്കേറ്റഡ്. അപ്പൊ നമ്മൾ ബ്രെയിനിൽ പ്രോസസ് ചെയ്യുന്ന മലയാളത്തിലോ അല്ലെങ്കിൽ കന്നഡ പഠിച്ച കുട്ടിയാണെങ്കിൽ അവരെന്താണോ മാതൃഭാഷയിലാണ് പ്രോസസ്സിങ്, തിരിച്ച് റീകൺവേർട്ട് ചെയ്യാണ്. അപ്പൊ റീകൺവേർട്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ ഇരട്ടി സ്പീഡിൽ വരും. പക്ഷെ എൻ്റെ വായിക്കൂടെ വരുന്നത് കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ പൊതുവെ ഈ പോസസ് എന്ന് പറയുന്നുണ്ട്. ഇത് ചില സിറ്റുവേഷനിൽ നല്ലതാണ്. ഇപ്പൊ കൗൺസിലിംഗ് അങ്ങനത്തേലൊക്കെ നല്ലതാ. അത് കൗൺസിലർ ചെയ്യേണ്ടതാണ്. കേൾക്കാനുള്ള മനസ്സ്, ആക്റ്റീവ് ലിസ്ണിങ്. പക്ഷെ ഫ്രം എ സ്പീക്കർ ഏറ്റവും നല്ല കാര്യം പേഷ്യൻസ്. അതിന് ഡീപ് ബ്രെത്ത്, ഒരു 1, 2, 3 കൗണ്ട് എടുക്കുക, സംസാരിക്കുക. മൂന്നാമത്തത്, പകുതി സ്പീഡിൽ ഉത്തരം കൊടുക്കുക. അപ്പൊ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് സാറിന് പറയാനുള്ളത്. ഇതാണ് ഞാൻ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതും ഞാൻ അവരിൽ നിന്ന് പഠിച്ചതുമായ 3 കാര്യങ്ങൾ. ഗ്രേറ്റ് സർ, താങ്ക് യു. വളരെ സന്തോഷം. ലവ്ലി ടോക്കിംഗ് ടു യു സർ.